Assalamu alaikum. Hello dear students. So we are going to learn the last section of the lesson 4. Okay, metals. So in the last class we have discussed about the different properties of metals. The metals in the pala properties and nammal padichu. And today we are going to learn about the metals with the reaction with the air, water, acid, etc. Okay, so ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഈ ഒരു മെറ്റൽസ് എയറുമായിട്ട് എങ്ങനെയാണ് ഹൗ ഇറ്റ് റിയാക്ട്സ് വിത്ത് എയർ, ഹൗ ഇറ്റ് റിയാക്ട്സ് വിത്ത് വാട്ടർ ആൻഡ് ഹൗ ഇറ്റ് റിയാക്ട്സ് വിത്ത് ആസിഡ്സ്. അപ്പോൾ ആസിഡുകളുമായിട്ടുമൊക്കെ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ദ റിയാക്ഷൻ വിത്ത് എയർ എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഈ പിന്നെ മെറ്റൽസ് എയറുമായിട്ട് പ്രവർത്തിക്കുന്നത്. സോ കട്ട് എ സ്മോൾ പീസ് ഓഫ് സോഡിയം വിത്ത് എ നൈഫ്. ഒരു സോഡിയം എടുക്കുക, സോഡിയം എന്ത് ചെയ്യുന്നു, നമ്മൾ കട്ട് ചെയ്യുന്നു, സ്മോൾ പീസാക്കി കട്ട് ചെയ്യുന്നു. ഒബ്സർവ് ദ മെറ്റാലിക് ലസ്റ്റർ അറ്റ് ദ ന്യൂലി ഫോംഡ് സർഫസ്. നമുക്കറിയാം സോഡിയം പീസ് നമ്മളെടുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും, മെറ്റാലിക് ലസ്റ്റർ ഉണ്ടാവും അല്ലേ, അവിടെ മെറ്റാലിക് ലസ്റ്റർ ഉണ്ടാവും. അറിയാമല്ലോ, നമ്മളത് ഡിസ്കസ് ചെയ്തതാണ്. മെറ്റാലിക് ലസ്റ്റർ എന്ന് പറയുന്നത് മെറ്റൽസിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് കീപ്പ് ഇറ്റ് എക്സ്പോസ്ഡ് ടു എയർ ഫോർ സം ടൈം. നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആഫ്റ്റർ സം ടൈം എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഷൈനിങ് അപ്പിയറൻസ് ഇസ് ഡിസപ്പിയേഴ്സ് അല്ലേ. നമ്മൾ ഈ സോഡിയം പീസിനെ കട്ട് ചെയ്തപ്പോൾ എന്തുണ്ടായിരുന്നു, ഒരു ഷൈനി അപ്പിയറൻസ്, ഒരു മെറ്റാലിക് ലസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ കുറേ നേരം കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഈ ഷൈനിങ് അപ്പിയറൻസ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, ഇത് ഡിസപ്പിയർ ആവും. അത് എന്ത് ചെയ്യും, ആ ഒരു ഷൈനി അപ്പിയറൻസ് എന്തായിട്ട് മാറും, അതിൻ്റെ ഷൈനി അപ്പിയറൻസ് നഷ്ടപ്പെടും. അതിനെന്ത് ചെയ്യും, ആ ഷൈനി അപ്പിയറൻസ് എന്ത് ചെയ്യും, നഷ്ടപ്പെടും. ഓക്കെ, സോ എന്താണ് അത് എയറുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് കൊണ്ടാണ് അല്ലേ. അതായത് നമ്മളിവിടെ എന്തായിരുന്നു എടുത്തത്, ഇവിടെ നമ്മൾ എടുത്തതെന്ന് വെച്ചാൽ സോഡിയമാണ്. സോഡിയം എന്ന് പറയുന്നത് ഒരു മെറ്റലാണ്. വി നോ ദാറ്റ് സോഡിയം ഇസ് എ മെറ്റൽ. സോ മെറ്റൽ റിയാക്ട്സ് വിത്ത് എയർ ആൻഡ് ഇറ്റ്സ് കളർ ഫെയ്ഡ്. കളർ എന്താവുന്നു, ഫെയ്ഡ് ആവുന്നു. So take an aluminium wire and rub the surface with the sandpaper. Do you see the bright metallic luster? Within a few days it's get tarnished. അത് അലൂമിനിയം വയർ ആണെങ്കിലും ഒക്കെ അങ്ങനെയാണ്, ആദ്യം എന്ത് ചെയ്യുന്നത് നല്ല കളറായിരിക്കും. പക്ഷേ കുറേ ദിവസം കഴിയുമ്പം അലൂമിനിയം എന്ത് ചെയ്യുന്നു, എയറുമായിട്ട് റിയാക്ട് ചെയ്ത് അതെന്തായിട്ട് മാറും, ടാർണിഷ്ഡ് ആവും, അതിൻ്റെ നിറം എന്ത് ചെയ്യും, മങ്ങും അല്ലേ. അപ്പോൾ ഓൾവേസ് മെറ്റൽ റിയാക്ട്സ് വിത്ത് എയർ ആൻഡ് ഇറ്റ്സ് ഷൈനി അപ്പിയറൻസസ് ഡിസപ്പിയേഴ്സ്. അപ്പം മെറ്റൽസ് എന്ത് ചെയ്യുന്നു, മെറ്റൽസ് എപ്പോഴും ഈ ഒരു എയറുമായിട്ട് റിയാക്ട് ചെയ്ത് അതിൻ്റെ ഷൈനി അപ്പിയറൻസ് നഷ്ടപ്പെടുന്നു. അപ്പോൾ നമ്മൾ രണ്ട് എക്സാമ്പിൾ പറഞ്ഞു, അലൂമിനിയം ആൻഡ് ദെൻ സോഡിയം. ദെൻ so when metals come in contact with atmosphere they undergo chemical reaction. അപ്പം ഈ ഒരു മെറ്റലും എന്താണ് എയറുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പം അവിടെ കെമിക്കൽ ചേഞ്ചസ് നടക്കുന്നുണ്ട്. ആൻഡ് undergo chemical reaction with different components of air. എയറിൽ കുറേ ഡിഫറെൻറ്റ് കമ്പോണൻസ് ഉണ്ട്. അപ്പോൾ അതുമായിട്ട് എന്ത് ചെയ്യുന്നു, ഈ മെറ്റൽ റിയാക്ട് ചെയ്യുകയും ആസ് എ റിസൾട്ട് ദ മെറ്റൽ ലോസസ് ഇറ്റ്സ് ലസ്റ്റർ. അതിന് ലസ്റ്റർ നഷ്ടപ്പെടുന്നു, അതിൻ്റെ ആ ഒരു എന്താണ് തിളക്കം നഷ്ടപ്പെടുകയും അത് ടാർണിഷ്ഡ് ആവുകയും ചെയ്യുന്നു. ഓക്കെ, ദെൻ റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് വാട്ടർ. വാട്ടറുമായിട്ട് എങ്ങനെയാണ് മെറ്റൽസ് റിയാക്ട് ചെയ്യുന്നത്, ടേക്ക് 2 beakers ഇൻ 3/4 ഓഫ് ദ വാട്ടർ. 2 beakers എടുക്കുക. ഓക്കെ, വി ടേക്ക് ദ 2 beakers എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിൽ തുല്യ അളവിൽ നമ്മൾ വാട്ടർ എടുക്കുന്നു. എന്നിട്ട് എന്താ ചെയ്യുന്നത്, ആൻഡ് പുട്ട് എ സ്മോൾ പീസ് ഓഫ് സോഡിയം ഇൻ ദ ഫസ്റ്റ് ബീക്കർ. ഈ ബീക്കറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സോഡിയം പുട്ട് ചെയ്യുന്നു അല്ലേ. എണ്ണ എന്ന് പറഞ്ഞാൽ എന്താണ്, സോഡിയം ആണ് അല്ലേ. സോഡിയം ഡിപ്പ് ചെയ്യുന്നു. ആൻഡ് ദ സെക്കൻഡ് ബീക്കറിൽ എന്താണ്, പിന്നീട് സെക്കൻഡ് ബീക്കറിൽ എന്താ നമ്മൾ ഡിപ്പ് ചെയ്യുന്നത്, കോപ്പറും ഡിപ്പ് ചെയ്യുന്നു. സോ ഫസ്റ്റ് വി ടേക്ക് ദ ഈക്വൽ എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ ദ 2 beakers ആൻഡ് ദ ഫസ്റ്റ് ബീക്കർ വി ഡിപ്പ് ദ സോഡിയം ഓർ വി പുട്ട് ദ സോഡിയം ആൻഡ് ദ സെക്കൻഡ് ബീക്കർ വി പുട്ട് ദ കോപ്പർ. സെക്കൻഡ് ബീക്കറിൽ എന്ത് ചെയ്യുന്നു, കോപ്പർ ഡിപ്പ് ചെയ്യുന്നു. അപ്പോൾ സോഡിയം ആണോ കോപ്പർ ആണോ കൂടുതലായിട്ട് റിയാക്ട് ചെയ്യുന്നത്, സോഡിയം. വെൻ വി കമ്പയർ സോഡിയം ആൻഡ് കോപ്പർ, സോഡിയം കോപ്പറും കൂടെ കമ്പയർ ചെയ്യുമ്പം റിയാക്ടിവിറ്റി കൂടുതൽ സോഡിയത്തിനാണ് കേട്ടോ. അപ്പോൾ ഈ സോഡിയം നമുക്കറിയാം, സോഡിയം ഓൾവേസ് കെപ്റ്റ് ഇൻ ദ കെറോസിനിലാണ് സൂക്ഷിക്കുന്നത്. കാരണം ഇത് ഹൈലി റിയാക്റ്റീവാണ്, അതുകൊണ്ടാണ് ഇതിനെ ഓപ്പൺ ആയിട്ട് വെക്കില്ല. അതിനെ എപ്പോഴും കെറോസിനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കീപ്പ് ചെയ്യുന്നത്. സോ വെൻ വി കമ്പയർ ദ റിയാക്ടിവിറ്റി ഓഫ് സോഡിയം ആൻഡ് കോപ്പർ, ദ റിയാക്ടിവിറ്റി മോർ ഇൻ സോഡിയം. അപ്പോൾ സോഡിയത്തിലാണ് റിയാക്ടിവിറ്റി കൂടുതൽ അല്ലേ. അപ്പോൾ സോഡിയം എന്ത് ചെയ്യുന്നു, അവിടെ കൂടുതലായിട്ട് റിയാക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഏതാണ്, സോഡിയമാണ്. സോഡിയം ഇസ് ഹൈലി റിയാക്റ്റീവ്. വിച്ച് ഗ്യാസ് ഈസ് ഫോംഡ് ഡ്യൂറിങ് ദ റിയാക്ഷൻ. അതായത് സോഡിയവും വാട്ടറുമായിട്ട് അല്ലേ, സോഡിയവും വാട്ടറുമായിട്ട് എന്താണ് പ്രവർത്തിക്കുമ്പോൾ അവിടെ എന്തുണ്ടാവുന്നു, ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യുന്നു. സോ സോഡിയം ആൻഡ് വാട്ടർ റിയാക്ട്സ് ടു ഫോം സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവുന്നു. അതുപോലെ തന്നെ ഇവിടെ എന്തുണ്ടാവുന്നു, ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യുന്നു. സോ ഇതാണ് നമ്മുടെ ഇവിടെ നമ്മൾ ബാലൻസ് ചെയ്യുക. 2Na H2O 2H2O ഇവിടെ
ബാലൻസ് ചെയ്യാൻ നമ്മൾ മറ്റു ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഓക്കെ, ഇവിടെ അല്ലേ ബാലൻസ്ഡ് ആണ്. ഇവിടെ 2Na, ഇവിടെയും 2Na. ഹൈഡ്രജൻ എത്ര ഉണ്ട്? 4 ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെയും അതുപോലെ തന്നെ 4 ഹൈഡ്രജൻ ഉണ്ട് അല്ലേ. ദാണ്ട് ഈ 2 എന്ന് പറയുന്നത് ഇതിന് ബാധകമാണ്. അപ്പം 2 ഹൈഡ്രജൻ, ദാണ്ട് ഇവിടെ ഒരു 2, അങ്ങനെ 4 ഹൈഡ്രജൻ. അപ്പം സോ ഇക്വേഷൻ ഇപ്പം എന്താണ്? ബാലൻസ്ഡ് ആണ്. ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ബാലൻസ്ഡ് ആണ്. അതായത് സോഡിയവും വാട്ടറും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് സോഡിയം വാട്ടറും തമ്മിൽ കമ്പൈൻ ചെയ്തുണ്ടാവുന്നു സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ ഗ്യാസും ഉണ്ടാവുന്നു. അപ്പോൾ ഇവിടെ ലിബറേറ്റ് ചെയ്യുന്ന ഗ്യാസ് ഏതാണ്? ഹൈഡ്രജൻ ഗ്യാസ് ആണ് ഇവിടെ ലിബറേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ എന്തോ ഉണ്ടാവുന്നു? സോഡിയം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ദ റിയാക്ഷൻ വിത്ത്. അപ്പോൾ സോഡിയവും കോപ്പറും നമ്മൾ ഒരേ 2 ടെസ്റ്റ് ട്യൂബുകളിൽ തുല്യ അളവിൽ വാട്ടർ എടുക്കുന്നു. അതിൽ ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ സോഡിയം ആയിരുന്നു എടുത്തത്, സെക്കൻഡ് ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ എന്തെടുത്തു? കോപ്പർ ആയിരുന്നു എടുത്തത്. അപ്പോൾ ഏതാണ് ഹൈലി റിയാക്റ്റീവ്? സോഡിയം ഹൈലി റിയാക്റ്റീവ് ആയതുകൊണ്ട് അത് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നു? റിയാക്ഷൻ അവിടെ നടക്കുന്നു. കോപ്പറിന് ലെസ് റിയാക്ടിവിറ്റിയാണ്, അതുകൊണ്ട് തന്നെ കോപ്പർ എന്താണ് അവിടെ നന്നായിട്ട് പ്രവർത്തിക്കുന്നില്ല. ഓക്കെ, അവിടെ ഏത് ഗ്യാസാണ് ഫോം ചെയ്യുന്നത്? ഹൈഡ്രജൻ ഗ്യാസ് ഇസ് ഫോംഡ് ദെയർ. അപ്പോൾ ഈ ഒരു റിയാക്ഷനിൽ ഏത് ഗ്യാസ് ഫോം ചെയ്യുന്നു? ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യുന്നു. ഓക്കെ, സോ ദിസ് ഈസ് ദ ഇക്വേഷൻ. സോ വിച്ച് ഗ്യാസ് ഇസ് ഫോംഡ് ഹിയർ? ഹൈഡ്രജൻ ഗ്യാസ് ഫോംഡ് ഹിയർ. ഓക്കെ, so the metals and metals potassium and calcium also react with acid and water. അപ്പം പൊട്ടാസ്യം അതുപോലെ പൊട്ടാസ്യം കാൽസ്യം ഒക്കെ എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? കോൾഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. സോ ദിസ് ഈസ് ദ റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് വാട്ടർ. ദെൻ റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് ആസിഡ്സ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെറ്റൽസ് എങ്ങനെയാണ് ആസിഡുകളുമായിട്ട് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് ആസിഡ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ വി ഡിസ്കസ്ഡ് അബൌട്ട് ദ റിയാക്ഷൻ വിത്ത് എയർ. പിന്നെ എങ്ങനെയാണ് മെറ്റൽസ് എയറുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. സെക്കൻഡ് നമ്മൾ എന്താ പറഞ്ഞത്? മെറ്റൽസ് എങ്ങനെയാണ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. ദെൻ റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് ആസിഡ്സ്. ആസിഡുമായിട്ട് എങ്ങനെയാണ് അത് റിയാക്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് യു ഹാവ് ഓൾറെഡി സ്റ്റഡി ദ റിയാക്ഷൻ ഓഫ് സിങ്ക് വിത്ത് ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ നമ്മൾ ചാപ്റ്ററിൻ്റെ ഫസ്റ്റിൽ ഡിസ്കസ് ചെയ്തതാണ്. റൈറ്റ് ആൻഡ് ദ പ്രോഡക്ട്സ് ഫോംഡ് അല്ലേ. അപ്പം സിങ്കും എന്തൊക്കെയാണ് റിയാക്ട് ചെയ്യുന്നത്? സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും. അപ്പോൾ അവിടെ എന്ത് ഫോം ചെയ്യും? സിങ്ക് ക്ലോറൈഡും അല്ലേ. സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജൻ ഗ്യാസും ഫോം ചെയ്യുന്നു. അത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനും ആണ് അവിടെ ഫോം ചെയ്യുന്നത്. അതായത് സിങ്കും ഹൈഡ്രജൻ ക്ലോറൈഡും കൂടെ പ്രവർത്തിക്കുമ്പോൾ സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജൻ ഗ്യാസും ഫോം ചെയ്യുന്നു. അത് നമ്മൾ ഫസ്റ്റ് നമ്മൾ പഠിച്ചതാണ്. ആൻഡ് റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് ബൈ ആഡിങ്. നമ്മൾ സിങ്കിന് പകരം ഇനി വേറെ കുറേ മെറ്റൽസ് ആഡ് ചെയ്യുന്നു. ഹൈഡ്രോക്ലോറിക് ആസിഡ് തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡിനകത്ത് വേറെ കുറേ മെറ്റൽസ് ആഡ് ചെയ്യാൻ പോകുന്നു. Okay, so repeat the experiment by adding metals like zinc, aluminum, iron and magnesium in different test tube containing dilute hydrochloric acid. അപ്പോൾ നമ്മൾ കുറേ 3-4 ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു. ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? ഓരോ ടെസ്റ്റ് ട്യൂബിലും ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുന്നു. ഈ ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക് ഡിഫറെൻറ്റ് മെറ്റൽസ് നമ്മൾ ആഡ് ചെയ്യുന്നു. ഓക്കെ, ഏതൊക്കെ മെറ്റൽസ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്? സിങ്ക്, അലൂമിനിയം, അയൺ ആൻഡ് മഗ്നീഷ്യം. അപ്പം നമ്മൾ 4 ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു. So we take 4 test tube. 4 ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ 4 ബീക്കർ ടെസ്റ്റ് ട്യൂബ് എടുക്കുമ്പോൾ കുറച്ചും കൂടെ ഇങ്ങനെ ടെസ്റ്റ് ട്യൂബ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെ ഇരിക്കുന്നതെന്നുള്ളത്. ഇതാണ് നമ്മുടെ ടെസ്റ്റ് ട്യൂബ് എന്ന് പറയുന്നത്. ഞാൻ കുറച്ച് വലുതായിട്ട് വരച്ചതേ ഉള്ളൂ. അപ്പോൾ 4 ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു. എന്നിട്ട് എല്ലാത്തിലും എന്താ എടുക്കുന്നു? ഈക്വൽ എമൗണ്ട് ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുന്നു. അപ്പം എല്ലാത്തിലും എന്താണ് നമ്മൾ എടുക്കുന്നത്? ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. എന്നിട്ട് ഓരോന്നിലും ഓരോ മെറ്റൽസ് നമ്മൾ ആഡ് ചെയ്യുന്നു. ഫസ്റ്റിനകത്ത് നമ്മൾ സിങ്ക് ആഡ് ചെയ്യുന്നു. പിന്നെ സെക്കൻഡ് എക്സ്പെരിമെൻറ്റിൽ നമ്മൾ അലൂമിനിയം ആഡ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ അലൂമിനിയം ആണ്. ആൻഡ് അയണും മഗ്നീഷ്യം. അയൺ എന്ന് പറഞ്ഞാൽ Fe ആണ്. ഓക്കെ, Fe. ദെൻ Mg എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യം ആണ്. ഓക്കെ, എന്താണ് നമ്മുടെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്? ഫസ്റ്റിനകത്ത് എന്ന് പറയുന്നതാണ് നമ്മൾ ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡാണ് എടുത്തത്. അതിലേക്ക് നമ്മൾ സിങ്ക് ആഡ് ചെയ്യുന്നു. സെക്കൻഡ് ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തു. അതിൽ അലൂമിനിയം ആഡ് ചെയ്യുന്നു. തേർഡ് ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുന്നു. അതിനകത്ത് അയൺ ആഡ് ചെയ്യുന്നു. അയൺ അറിയാമല്ലോ, Fe അയൺ ആണ്. പിന്നീട് നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് മഗ്നീഷ്യം ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വിച്ച് ഓഫ് ദ മെറ്റൽസ് റിയാക്റ്റഡ് വിത്ത് ആസിഡ്? ഇതിനകത്ത് ഏതൊക്കെയാണ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്? സിങ്ക് റിയാക്ട് ചെയ്യും, അലൂമിനിയവും അയണും മഗ്നീഷ്യവും 4 നന്നായിട്ട് തന്നെ എന്ത് ചെയ്യുന്നു? നന്നായിട്ട് തന്നെ അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വിഗ്രസ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നത് മഗ്നീഷ്യമാണ്. ഓക്കെ, സോ മഗ്നീഷ്യം ഇട്ട ടെസ്റ്റ് ട്യൂബിലാണ് ഹൈലി റിയാക്ഷൻ നടക്കുന്ന. ഏതിലാണ്? മഗ്നീഷ്യം ഇട്ട ടെസ്റ്റ് ട്യൂബിലാണ്.
ഓക്കെ, ഈസ് ദെയർ എനി മെറ്റൽ വിച്ച് ഡിഡ് നോട്ട് റിയാക്ട് വിത്ത് ആസിഡ്? ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യാത്ത ഏതെങ്കിലും ഒരു സിങ്കും അലൂമിനിയം അയണും മഗ്നീഷ്യം ആണ്. അത് നാലും എന്ത് ചെയ്യുന്നുണ്ട്? ആസിഡുമായിട്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. വിച്ച് ഗ്യാസ് ഇസ് ലിബറേറ്റഡ്? ഏത് ഗ്യാസാണ് അവിടെ ലിബറേറ്റ് ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞ പോലെ ഹൈഡ്രജൻ ഗ്യാസാണ്. എപ്പോഴും നമ്മൾ ആസിഡിനകത്ത് എന്താണ്, ആസിഡും അല്ലെങ്കിൽ മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ എന്താണ്, അപ്പം ഓരോ റിയാക്ഷൻസ് മനസ്സിലായല്ലോ. അപ്പോൾ ഒന്നാമത്തെ എന്ന് പറയുന്നത് എന്തായിരുന്നു? മഗ്നീഷ്യം ഹൈഡ്രജൻ ക്ലോറൈഡും തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ എന്ത് ഫോം ചെയ്യുന്നു? മഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രജനുമാണ് ഫോം ചെയ്യുന്നത്. ഇവിടെ മഗ്നീഷ്യമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? മഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രജനും. മഗ്നീഷ്യം ക്ലോറൈഡ് ഹൈഡ്രജൻ ഗ്യാസുമാണ് അവിടെ ഫോം ചെയ്യുന്നത്. ഇവിടെ അയൺ ക്ലോറൈഡും എന്താണ്? അയൺ ക്ലോറൈഡും ഹൈഡ്രജൻ ഗ്യാസും ഫോം ചെയ്യുന്നു. ഇവിടെ എന്താണ്? അലൂമിനിയം ആകുമ്പം അലൂമിനിയം ക്ലോറൈഡും പിന്നെന്താണ്? ഹൈഡ്രജൻ ഗ്യാസും ഫോം ചെയ്യുന്നു. ഇവിടെ സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജൻ ഗ്യാസും ഫോം ചെയ്യുന്നു. മനസ്സിലായോ? അതിൻ്റെ ക്ലോറൈഡും അതിൻ്റെ ഹൈഡ്രജൻ ഗ്യാസുമാണ് അവിടെ ഫോം ചെയ്യുന്നത്. സോ വെൻ മെറ്റലൈസ്ഡ് അലൂമിനിയം, സിങ്ക് ആൻഡ് മഗ്നീഷ്യം അയൺ റിയാക്ട്സ് വിത്ത് ആസിഡ്സ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ് ഇസ് ഫോംഡ് അലോങ് വിത്ത് സാൾട്ട് ആൻഡ് മെറ്റൽ. അപ്പോൾ സോൾട്ടും മെറ്റലും ഫോം ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവിടെ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? എല്ലാ റിയാക്ഷൻസിലും എന്താണ് കോമൺലി ഫോം ചെയ്തത്? ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തേനകത്ത് സിങ്കും ഹൈഡ്രജൻ ക്ലോറൈഡുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പം സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജൻ, മഗ്നീഷ്യവും ഹൈഡ്രജൻ ക്ലോറൈഡുമായിട്ട് HCl പ്രവർത്തിക്കുമ്പോൾ അവിടെ എന്താ ഉണ്ടാവുന്നു? അവിടെ സിങ്ക് ക്ലോറൈഡും മഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രജൻ ഗ്യാസും. പിന്നീട് എന്താണ്? സോഡിയം ആണെങ്കിൽ സോഡിയം ക്ലോറൈഡ്. ഇവിടെ സോഡിയം നമ്മൾ എടുത്തില്ലായിരുന്നു. അലൂമിനിയം ആണെങ്കിൽ അലൂമിനിയം ക്ലോറൈഡ്. Fe അയൺ ആണെന്നുണ്ടെങ്കിൽ അയൺ ക്ലോറൈഡ്. അങ്ങനെ അതിൻ്റെ ക്ലോറൈഡും ഹൈഡ്രജൻ ഗ്യാസും അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതുപോലെ തന്നെ നമ്മൾക്കറിയാം നമ്മൾ എന്താണ് പിന്നെ ടു കട്ട് ലെമൺ വിത്ത് സ്റ്റെയിൻലെസ് നൈഫ് ഈസ് ബെറ്റർ ദാൻ അയൺ നൈഫ്. അതായത് നമ്മൾ ലെമൺ ഉണ്ടല്ലോ, ലെമൺ നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ചിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അയണും എന്താണ്, ലെമൺ എന്ന് പറയുന്നത് ലെമണിനകത്ത് ആസിഡ് ഉണ്ടല്ലോ, അപ്പോൾ ലെമണും അയണുമായിട്ട് പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അത് റെസ്റ്റ് ചെയ്യുന്ന വെച്ച് തുരുമ്പിക്കും. അയണുമായിട്ട് വരുമ്പോൾ അത് റെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മളെപ്പോഴും സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ചിട്ടുള്ള നൈഫ് ഇട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ദെൻ വൈ ഇറ്റ് ഈസ് നോട്ട് വൈസ് ടു സ്റ്റോർ ബട്ടർ മിൽക്ക് ഇൻ ദ അലൂമിനിയം വെസൽ. അലൂമിനിയം വെസലിൽ എന്തുകൊണ്ടാണ് ബട്ടർ മിൽക്ക് കീപ്പ് ചെയ്യാത്തെന്നുള്ളത്? ബട്ടർ മിൽക്കിൽ എന്തുകൊണ്ട്? ആസിഡ് ഉണ്ട്. അപ്പോൾ ആസിഡും മെറ്റലും തമ്മിൽ, അതായത് അലൂമിനിയം എന്ന് പറയുന്നത് ഒരു മെറ്റലാണ്, അപ്പോൾ ആസിഡും മെറ്റലും തമ്മിൽ കമ്പൈൻ ചെയ്യുന്നത് പ്രവർത്തിക്കുക, അവിടെ റിയാക്ഷൻ നടക്കും. അതുകൊണ്ടാണ് എപ്പോഴും ബട്ടർ മിൽക്ക് അല്ലെങ്കിൽ കേർഡൊക്കെ എന്ത് ചെയ്യരുത്? അലൂമിനിയം വെസൽസിൽ കീപ്പ് ചെയ്യരുതെന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻ ദിസ് ക്ലാസ് we have discussed about reaction of metals with the water, air and acids. Okay, hope you have understood all this, and now we can wind up. Thank you. Assalamu alaikum.